ഭഗവാനെ. ഹലോ പറ. ഹലോ. ഓടി വായോ, ഓടി വാ അമ്മയുടെ മുത്തോണി, ഓടി വായോ. ടാറ്റ പോയിട്ട് വരാന്ന് പറ മിനുട്ടി. ടാറ്റ പോയിട്ട് വരാമേ. അയ്യോ, ടാറ്റ പോയിട്ട് വരാമേ. ബൈ. പോയിട്ട് വരാം. ദേവിയുടെ തിരുസന്നിധിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയാണ്. എന്താ ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ അറിയാലോ, നമ്മൾ ഇവിടോട്ട് വന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മൾ വീട്ടിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കുടുംബാമ്പലത്തിൽ നാളെ ഉത്സവമാണ്. അപ്പം അവിടെ വന്ന് ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അങ്ങനെ വന്ന് ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ഞാനും ചേച്ചിയും കൂടി ചേച്ചിയെ മെഡിക്കൽ സ്റ്റോറിൽ വിട്ടിട്ട് ഞാൻ അവിടുന്ന് നേരെ ഇവിടോട്ട് വന്നു. വീട്ടിപ്പോൾ ഇങ്ങോട്ട് വന്നൊരു 10 മിനിറ്റ് ആയതേ ഉള്ളൂ. അപ്പം അതൊക്കെയായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞ ദിവസം കുറച്ച് തുണിയൊക്കെ കഴുകി എല്ലാം ഇട്ടിട്ടായിരുന്നു പോയ ആശയിൽ. അപ്പോൾ ഇന്ന് വന്നെല്ലാം തേപ്പെടുത്ത് മടക്കി വെച്ചു. ഇനി ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ച്, പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഇവിടെ കുറച്ച് എന്താ പറയുന്നത്, ആ ഒതുക്കേണ്ട സാധനങ്ങളൊക്കെ കൈ കഴിക്കുന്നു, ഒതുക്കേണ്ട സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഇനിയൊന്ന് എടുത്ത് വെക്കണം. അങ്ങനെ എല്ലാം ഒന്ന് ബെഡൊക്കെ വിരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് വന്ന് കയറി വന്നാൽ മതിയല്ലോ. പിന്നെ വന്ന് കഴിയുമ്പോൾ പണിയൊന്നും വേണ്ടല്ലോ. പിന്നെ അതുപോലെ തന്നെ ചവിട്ടി മുക്കി വെക്കണം. ചവിട്ടികൾ ഇവിടെ തറയിൽ കിടന്നിരുന്ന മാറ്റെല്ലാം ഇനി എടുത്ത് മുക്കി വെച്ച് അതെല്ലാം ഇനി കഴുകിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കിടക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. ഫസ്റ്റ് വന്നപ്പോഴേ തുണി അങ്ങ് മടക്കി വെച്ചു. അതിനെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അത് സെറ്റ് ക്ലിയറായി. പിന്നെ സെറ്റി കവർ ഒരെണ്ണം കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത സെറ്റി അല്ല, ദിവാങ്കോട്ടല്ലേ. അപ്പോൾ അത് മാറ്റിയിട്ട് ദിവാങ്കോട്ടലിൽ അതിട്ട് കഴിയുമ്പോൾ അത് ക്ലിയറായി. പിന്നെ പിന്നെ അടുത്ത് തുണി മുക്കി വെച്ചിട്ടാകുമ്പം തുണി മുക്കി വെച്ചിട്ട് ബാക്കി ഒതുക്കി വിട്ട് വരുമ്പോഴത്തേക്ക് തുണി ഒരു മണിക്കൂർ കൊണ്ട് കുതിർന്നിരിക്കുമല്ലോ. ഈ ചവിട്ടിയതൊക്കെ കഴുകിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സ്വസ്ഥമായിട്ട് പോകാം. പിന്നെ വരുമ്പോഴത്തേക്ക് അത് ഉണങ്ങി കിടക്കുകയും ചെയ്യും. നമുക്കതെടുത്ത് വിരിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്ലാനിങ്ങിലൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല. സക്സസ് ആവുമെന്നല്ല, ഇത് ഫുള്ള് ഇന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ടൈമില്ല, നമുക്ക് ഷടപടേന്ന് കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ സമയം നോക്കട്ടെ, കാണുന്നില്ലല്ലോ, എത്ര 1:55. നമുക്കൊരു 3.5 മണിക്കൂറുണ്ട്. ഒരു 6 മണി 7 മണിയാകുമ്പോഴത്തേക്ക് പോയാൽ മതി. അതുവരെ ടൈമുണ്ട്. അപ്പം എല്ലാം ഇനി സെറ്റ് ചെയ്യട്ടെ. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനൽ ലുക്ക് കാണിക്കാം. ഞാൻ അതിന് മുമ്പ് ഇതിനകത്തൊന്ന് കോലം കാണിക്കണം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലുണ്ട്, കാണാത്തവർക്ക് ഒന്നും കൂടെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ കാണിക്കാം എല്ലാം സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയണം. ഓക്കെ. നമ്മുടെ ഹോള് ഇത്രയും മെസ്സായി കിടക്കുവാണ്. ഇതിപ്പോൾ ഉണങ്ങിയ തുണി ഞാനിപ്പോൾ കൊണ്ടുവന്നെല്ലാം മടക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സെറ്റ് കവർ വിരിക്കണം. ഈ ബെഡ്ഷീറ്റും തലാണി കവിനും എല്ലാം കൂടി നമുക്ക് റൂമിലും വിരിക്കണം. എന്നിട്ട് ഈ സാധനങ്ങളെല്ലാം മാറ്റണം. പിന്നെ കഴുകാനായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ബെഡ്ഷീറ്റാണ്, അതെല്ലാം കഴുകാനായിട്ടും മാറ്റണം. കുറച്ച് തുണിയും കഴുകിയിടണം. അങ്ങനെ നമ്മുടെ വാഷിംഗ് മെഷീൻ കംപ്ലൈൻ്റ് ആയി. ഈ 4 മാസം ഉപയോഗിക്കാണ്ടിരുന്നപ്പോഴത്തേക്ക് അതിൽ ഫുള്ള് ഉറുമ്പ് കയറി. അങ്ങനെ അത് റെഡിയാക്കാൻ കൊടുത്തേക്കുവാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ടൈം കളയുന്നില്ല. പറ്റുമെങ്കിൽ മിറ്റവും കൂടി തൂക്കണം. മിറ്റത്തും ചപ്പായിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ പിന്നെ വീണ്ടും പൊടി കയറിയിട്ടുണ്ട്. അത് പിന്നെ കയറുമല്ലോ, ഇത്രയും വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ പൊടി കയറും. അത് നമ്മൾ ഡെയിലി ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡെയിലി ഇങ്ങനെ തുടച്ച് എടുക്കും. രാവിലെ അല്ല വൈകിട്ട് ഇങ്ങനെ തുടയ്ക്കും. അപ്പോൾ അങ്ങനെ പൊടി കാണത്തില്ല. അപ്പോൾ അതിനി വന്നിട്ട് ചെയ്യാം, ബാക്കിയൊക്കെ പരിപാടികൾ ചെയ്യാം. ഓക്കേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വീട് ഫുൾ സെറ്റാക്കി. എല്ലാ പരിപാടിയും എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാനെല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇവിടെ എല്ലാം സെറ്റാക്കി അറേഞ്ച് ചെയ്തു. ഡൈനിങ് ടേബിൾ കാലിയാക്കി, ഇവിടെ ക്ലീനാക്കി. പിന്നെ നമ്മുടെ ബ്യൂട്ടിയുടെ വണ്ടികൾ, നമ്മുടെ റൂം
ഫുള്ള് ക്ലീനാക്കി. ഡ്രസ്സിങ് ടേബിളും ഫുള്ള് ഇരുന്ന സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചു. ഡ്രോയറും എല്ലാം ഫുൾ നീറ്റാക്കി, വേണ്ട സാധനങ്ങളെല്ലാം ആക്കി എല്ലാം ഓക്കെ സെറ്റാക്കി. റൂം അവിടെ ഓക്കെ. അടുത്തത് ഇനി റൂം അടയുന്നില്ല. പിന്നെ നമ്മുടെ അടുക്കളയിൽ എല്ലാം ഒതുക്കി എല്ലാം ഗൈസ് എനിക്ക് പണി കിട്ടി. ഞാൻ ഈ സാധനം ഫിക്സ് ചെയ്തപ്പോൾ അവിടെ പൊട്ടി, ഇവിടെ പൊട്ടി, എല്ലാം പൊട്ടി. അപ്പോൾ ഒരു ചെറിയൊരു ചരിവോടെ കൂടിയാണ് സാധനം ഇരിക്കുന്നത്. എന്താകുമോ എന്തോ. എല്ലാം ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല, കുറേയൊക്കെ കാലിക്കുപ്പിയുണ്ട്. എല്ലാം ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല, എല്ലാം റെഡിയാക്കണം. ഗ്യാസൊന്നും കണക്ട് ചെയ്തില്ല. ഇവിടെ ഇരുന്ന അച്ചാറുകളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ക്ലിയറാക്കി കുപ്പിയെല്ലാം കഴുകി വെച്ചു. കിച്ചൺ ഫുൾ ഒതുക്കി, കിച്ചണിൻ്റെ പരിപാടിയും കഴിഞ്ഞു. സ്ലാവെല്ലാം സെറ്റായി. അപ്പം നമുക്കിനി പോകാം, ഇനി വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് അപ്പുറത്തെ കടയിൽ ചെന്ന് ഒരു സർബത്ത് കുടിക്കണം. അയ്യോ കുഴഞ്ഞു പോയി. കുറേ തുണിയെല്ലാം കൂടി കഴുകി എൻ്റെ ജനൽ ലോക്ക് ചെയ്തിട്ട്, ജനലൊക്കെ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് തുടച്ചതേ ഉള്ളേ. അപ്പോഴേ കുറേ പല്ലികൾ വന്ന് കാട്ടം വിട്ട് വെക്കുന്നു. ലൈറ്റ് ഓഫ്. അയ്യോ എൻ്റെ കമ്മലിട്ടില്ല ഗൈസ്. ഇത് കാണിച്ചില്ലല്ലോ. മിറ്റം പോച്ചയുണ്ട്, അത് വന്ന് നിന്നിട്ടേ ചെത്താൻ പറ്റത്തുള്ളൂ. അല്ലാണ്ടെല്ലാം ക്ലിയറാക്കി. അപ്പോൾ നമുക്കിനി പോയിട്ട് വരാം. വീട്ടിൽ നിന്ന് നേരെ വിട്ടത് കിമോത്തിലോട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വിശന്ന് പൊരിഞ്ഞൊരു പരുവായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചിക്കും വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ സാൻഡ്വിച്ച് വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഞങ്ങൾക്ക് 2 പേർക്കുള്ള സാൻഡ്വിച്ചൊക്കെ വാങ്ങി നേരെ മെഡിക്കൽ സ്റ്റോറിലോട്ട് ചെന്ന് നല്ല ചൂട് സാൻഡ്വിച്ചായിരുന്നു. അതായത് നോർമൽ ചിക്കൻ സാൻഡ്വിച്ചാണ് പറഞ്ഞത്. അടിപൊളിയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ സാൻഡ്വിച്ച് നോർമൽ വാങ്ങിക്കുന്നത്. നമ്മൾ മറ്റേ ബ്രോസ്റ്റഡ് ചിക്കൻ വന്നിട്ടുള്ള ആ സാൻഡ്വിച്ചായിരുന്നു കിമോത്തിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അതും നല്ലതാണ്. അപ്പോൾ ഇത് വാങ്ങി നോക്കി. അപ്പോൾ ഇഷ്ടപ്പെട്ട്, അടിപൊളിയായിരുന്നു. നല്ല ഫില്ലിങ്ങും കാര്യവും എല്ലാം ഉണ്ടായിരുന്നു. നല്ല ചൂടോടെ അടിപൊളിയായിട്ട് മാക്കം കഴിച്ചു 2 പേരും. എന്നിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിപ്പായിരുന്നു അവിടെ പരിപാടി. ഫോണിൽ കുത്തി ഇങ്ങനെ തോണ്ടി ഇങ്ങനെ ഇരിപ്പായിരുന്നു പരിപാടി. നമ്മുടെ സാൻഡ്വിച്ച് കണ്ടില്ലേ, അടിപൊളി ഫില്ലിംഗ് ഒക്കെ ആയിരുന്നേ. നല്ലതായിരുന്നു കേട്ടോ. കാണുമ്പോൾ ഇപ്പം നോക്കുമ്പോൾ ഒരു ചിക്കൻ കറിയുടെ ടെക്സ്ചറൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അടിപൊളിയായിരുന്നു സംഭവം. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഞാനിങ്ങനെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരുന്നു. നമുക്ക് പറ്റിയ പണിയല്ലല്ലോ മെഡിക്കൽ സ്റ്റോറിൽ. അപ്പോൾ പിന്നെ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കടയൊക്കെ അടച്ചിട്ട് വീട്ടിൽ പോകാമെന്നുള്ള പരിപാടിയിലായി. അങ്ങനെ ഞങ്ങൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു, നേരെ വീട്ടിലേക്ക് വിട്ടു. അവിടുന്ന് നേരെ നമ്മൾ അമ്പലത്തിലോട്ടാണ് പോയത്, നമ്മുടെ കോലെടുത്ത് അമ്പലത്തിലേക്ക്. നമ്മുടെ കുടുംബാമ്പലമാണ് കോലെടുത്ത് അമ്പലം. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചില്ലേ അമ്പലത്തിൽ. അവിടെ ചെന്നിട്ട് അവിടെ എന്തായിരുന്നു തിരുവാതിര, സംഭവം തിരുവാതിരയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു വീട്ടിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.